ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൾമാസ്റ്റർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ക്ലാസ് 10 കേരള പാഠാവലിയുടെ ആൻസർ കീ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് അഹങ്കാരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് മിഥ്യയായ ധാരണ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് പ്രഭാതം. നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് കയ്യിൽ പണമില്ലാത്തത്. അഞ്ചാമത്തേൻ്റെ ആൻസർ വരുന്നത് അകലെ ഒരിടത്ത്. ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ദ്വിതീയാക്ഷരപ്രാസം. ആശ്രമവിരുദ്ധ പ്രവൃത്തിയെ ചെറുപാമ്പ് ചന്ദനമരത്തിൽ കയറിയതിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. അലങ്കാര ഭംഗി. ഇതിലേതെങ്കിലും 2 പോയിന്റ് എഴുതിയാൽ മതി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് അപ്പൻ്റെ ശവം കുളിപ്പിച്ചതിൻ്റെയും കുട്ടിക്കാലത്ത് മകനെ കുളിപ്പിച്ചതിൻ്റെയും ഓർമ്മകൾ. എട്ടാമത്തേൻ്റെ ആൻസർ വരുന്നത് പുലർച്ചയ്ക്ക് മുമ്പ് ഒരു ദുസ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. വെറുതെ പുറത്തിറങ്ങി നടക്കാനാണ് അപ്പോൾ തോന്നിയത്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ വരുന്നത് അധികാരങ്ങളും പ്രതാപങ്ങളും ഇല്ലാത്തതിലെ നിരാശ. ഞാൻ പോയിന്റ് ആക്കിയിട്ടാണ് പറയുന്നത്. തന്നെ ആരും കാണാൻ വരില്ലെന്നും സൈന്യമില്ലെന്നും പുഷ്കരൻ തുറന്നു പറയുന്നു. നളനോടുള്ള അസൂയ, നിരാശ അതെല്ലാമാണ് ഉൾപ്പെടുത്തിയിട്ടാണ് എഴുതേണ്ടത്. ഇനി 10ാമത്തത് അതിൻ്റെ ഉത്തരം വരുന്നത് എസ്.കെ. പൊറ്റക്കാടിൻ്റെ ജീവിതാനുഭവങ്ങൾ. അനുഭവങ്ങൾ സൃഷ്ടിക്കുന്ന വികാരങ്ങളാണ് സാഹിത്യം പുനരാവിഷ്കരിക്കുന്നത് എന്ന ആശയം. തീവ്രമായ ജീവിത അനുഭവങ്ങളാണ് എഴുത്തിന് മാറ്റുകൂട്ടുക. വൃദ്ധയായ ഒരു സ്ത്രീയുടെ ദൈന്യത എസ്.കെയെ സ്വാധീനിക്കുന്നു. എസ്.കെ. പൊറ്റക്കാട് എഴുതി കൊടുത്ത കത്തിലൂടെ മകൻ്റെ മനസ്സ് മാറുകയും അമ്മയ്ക്ക് കുറച്ച് പൈസ അയച്ചു കൊടുക്കാൻ തുടങ്ങുകയും അതേപോലെ കുറച്ച് കാലമെങ്കിലും അമ്മയുടെ കൂടെ നിൽക്കാൻ കാരണമായത് ആ ഒരു കത്താണ് അല്ലേ. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഇതിൻ്റെ ആൻസർ എഴുതേണ്ടത്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ വരുന്നത് നാം ഓരോരുത്തരും വസ്തുക്കളുടെ സൂക്ഷിപ്പുകാർ മാത്രമാണ്. അതെല്ലാം മെത്രാൻ്റെ സന്ദേശങ്ങളിൽ ഉൾപ്പെടുത്താം. ഭൂമിയിലുള്ളതെല്ലാം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. തനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. തൻ്റെ സുഖങ്ങൾ ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ബുദ്ധനും മഹാബലിയും മദർ തെരേസയും മെത്രാനും സമ്മേളിക്കുന്നു. യാങ്വാൽ യാങ്ങിന് എല്ലാം വിട്ടു നൽകുക വഴി ലാളിത്യം കൊണ്ട് ജീവിതത്തെ ആഹ്ലാദപൂർണമാക്കാം എന്ന സന്ദേശം മെത്രാൻ വായനക്കാരിലേക്ക് പകരുന്നു. പോലീസ് പിടിയിലായ ഴാങ്ങിനോടുള്ള മെത്രാന്റെ സമീപനം അദ്ദേഹത്തിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നു. പാവങ്ങളോടുള്ള സഹാനുഭൂതി, കുറ്റവാളികളുടെ മനസ്സ് മാറ്റാനുള്ള സമീപനം, ഈ പോയിന്റ്സ് എല്ലാം ഉൾപ്പെടുത്തണം. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇല്ലെന്ന് അമ്പാടിയിലേക്ക് വീണ്ടും എന്നുള്ളത് നമുക്ക് പഠിക്കാനുള്ളതല്ല, അത് പുറത്തുനിന്ന് വന്നതാണ്. പിന്നെ ആത്മാവിൻ്റെ വെളിപാടുകൾ. ഇത് രണ്ടും താരതമ്യം ചെയ്തിട്ട് ജീവിത നിരീക്ഷണങ്ങളാണ് എഴുതാൻ പറഞ്ഞത്. ഈ 2 വരികളിലും സമാനമായ ആശയങ്ങളാണ് വരച്ചു കാട്ടുന്നത്. ജീവിതം സന്തോഷം മാത്രം നിറഞ്ഞതല്ല, ദുഃഖങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത ജീവിതമില്ല. ചിലതൊക്കെ ത്യജിക്കുകയും ചിലതിനെ മറികടക്കാനും ശ്രമിക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥം കൈവരികയുള്ളൂ. ഇവിടെ ദുരന്തങ്ങൾക്കിടയിലും ജീവിതത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ദസ്തേവസ്കിയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 2ാമത്തത് സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം എന്ന് പറയുന്നത്. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് എഴുതേണ്ടത്. ഇനി 13ാമത്തത് എന്ന് പറയുന്നത് 13ാമത്തേൻ്റെ ആൻസർ വരുന്നത് ദ്രൗണി കാപുരുഷനും പലപ്പോഴും പാപം ചെയ്തവനും ബാലജീവിത ഘാതിയുമാണെന്ന് ബുദ്ധിമാന്മാരെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അതിനാൽ കൃഷ്ണൻ പാപാത്മനും നാരദനുമായ ദ്രൗണിയെ ശപിച്ചു. അതുകൊണ്ട് തന്നെ മനുഷ്യ മനസ്സിലെ പകയുടെയും അവിവേകത്തിൻ്റെയും പ്രതീകമാണ് അശ്വത്ഥാമാവ്. മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം പകയും അവസാനിക്കില്ല. ഒരു ഘട്ടത്തിൽ അവസാനിച്ച യുദ്ധത്തെ അയാൾ വീണ്ടും ആളിക്കത്തിച്ചു. അറിവുള്ളവർ പറഞ്ഞുകൊടുത്തിട്ടും അശ്വത്ഥാമാവ് അനുസരിക്കുന്നില്ല. ഇനി 14ാമത്തതാണ്. എൻ്റെ ആൻസർ നോക്കാം.
ഏതു സാഹചര്യത്തിലും സത്യസന്ധത കൈവിടരുത് എന്ന വളരെ വലിയ സന്ദേശമാണ് ലിംബാളെ നൽകുന്നത്. കഠിനാധ്വാനം ചെയ്യാതെ കിട്ടിയ പൈസ കൊണ്ട് എന്തു ചെയ്താലും നമുക്ക് സന്തോഷം ലഭിക്കില്ല. മറിച്ച് സത്യസന്ധതയിലൂടെ സന്തോഷം കണ്ടെത്തുകയാണ് ലിംബാളെ. കൂട്ടുകാരനിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും മറ്റുള്ളവർക്ക് മാതൃകയാകാനും ലിംബാളയ്ക്ക് കഴിഞ്ഞത് പണത്തിൻ്റെ മൂല്യം ജീവിതത്തിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ദാരിദ്ര്യപൂർണമായ അവസ്ഥയിലും ശരൺകുമാർ ലിംബാളെ സത്യസന്ധത കൈവിടുന്നില്ല. അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് എഴുതേണ്ടത്. 15ാമത്തത് യുദ്ധവും സമാധാനവും എന്നുള്ള വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കേണ്ടതാണ്. അപ്പോൾ ആ മുകളിലുള്ള സന്ദർഭങ്ങളെല്ലാം വിലയിരുത്തണം. ഉപന്യാസം ആയതുകൊണ്ട് തന്നെ ഹെഡിങ് കൊടുക്കണം. ഹെഡിങ് വേറെ പ്രത്യേകിച്ച് കൊടുക്കണമെന്നില്ല, കാര്യം ഓൾറെഡി തന്നിട്ടുണ്ട് വിഷയം എന്നുള്ളത്. അപ്പോൾ യുദ്ധവും സമാധാനവും എന്നുള്ളത് ഹെഡിങ് കൊടുക്കാം. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. യുദ്ധത്തിൽ പരാജയങ്ങളില്ല. ഏതു തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും യുദ്ധം പരിഹാരം അല്ല. സ്നേഹവും സഹാനുഭൂതിയും പ്രകടിപ്പിക്കലാണ് മനുഷ്യനെ കീഴടക്കാനുള്ള വഴി. സ്ത്രീകളെയും കുട്ടികളെയുമാണ് യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിക്കുക. ദ്രൗണിയുടെ നരഹത്യ. വിജയത്തിന് ഒരു ദിവസത്തെ സാവകാശം പോലും ലഭിച്ചില്ല, അല്ലെ? ഈ യുദ്ധത്തിൻ്റെ പരിണാമത്തിൽ അത് പറയുന്നുണ്ട്. ചോരയിൽ കുതിർന്ന് എരിഞ്ഞടങ്ങി തീർന്ന പാണ്ഡവ പക്ഷം. ലോകത്തിലെ എല്ലാ യുദ്ധങ്ങളുടെയും അവസ്ഥ ഒന്നാണ്. അപ്പോൾ യുദ്ധം വേണ്ട എന്നുള്ള ആ ഒരു സന്ദേശം തന്നെയാണ് യുദ്ധത്തിൻ്റെ പരിണാമം എന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്. അതിലൂടെ കുറേ ആൾ മരിക്കുന്നു, അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്താണ് തോന്നുക? യുദ്ധം ഒരു നല്ലൊരു പരിഹാരമല്ല. ഒന്നിനും യുദ്ധം ഒരു നല്ലൊരു പരിഹാരമല്ല. അതുതന്നെയാണ് കുട്ടിക്കൃഷ്ണമാരാർ യുദ്ധത്തിൻ്റെ പരിണാമത്തിലൂടെ നമുക്ക് വരച്ചു കാട്ടുന്നത്. ഇപ്പോൾ പാണ്ഡവരുടെ കേസ് നോക്കിയാൽ തന്നെ സമുദ്രം താണ്ടി സമ്പാദ്യവും കൊണ്ടുവരുന്ന കച്ചവടക്കാർ ഒരു കൈത്തോട്ടിൽ വച്ച് മുങ്ങിപ്പോയി. ആ ഒരു അവസ്ഥയാണ് നിൽക്കുന്നത്. ഇത് തന്നെയാണ് എല്ലാ യുദ്ധത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. യുദ്ധം കൊണ്ട് ഒന്നും നമുക്ക് പരിഹരിക്കാനാകില്ല. തന്നെ പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുന്ന ഒരു തലമുറയെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ അഭിപ്രായം കൂടി ചേർത്തിട്ടാണ് തയ്യാറാക്കേണ്ടത്. ഇനി 16ാമത്തത് വെള്ളായിയപ്പൻ്റെ കഥാപാത്ര നിരൂപണമാണ് തയ്യാറാക്കേണ്ടത്. കടൽ തീരത്ത് OV വിജയൻ്റെ കടൽ തീരത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് വെള്ളായിയപ്പൻ. ഗ്രാമത്തിനു പുറത്തെ ലോകം അപരിചിതമായ വെള്ളായിയപ്പൻ തൻ്റെ മകനെ അവസാനമായി കാണുവാൻ വേണ്ടി നടത്തുന്ന യാത്രയാണ് കടൽ തീരത്തെന്ന കഥയുടെ ഇതിവൃത്തം. പാഴുതറയിലെ ഒരു പാവം കർഷകനാണ് വെള്ളായിയപ്പൻ. രൂപത്തിലും വേഷത്തിലും പെരുമാറ്റത്തിലും ഒരു പാവം മനുഷ്യനാണ് വെള്ളായിയപ്പൻ. കഥയിലെ വിവിധ സന്ദർഭങ്ങളിലൂടെ ഇക്കാര്യം കഥാകൃത്ത് അവതരിപ്പിക്കുന്നുണ്ട്. കുട്ടിയസൻ മാപ്പിളയോട് കടം വാങ്ങിയ പണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദുർഘടമായ ജീവിത സാഹചര്യത്തിലും സത്യസന്ധത നിറഞ്ഞ വെള്ളായിയപ്പൻ്റെ മനസ്സ് നമുക്ക് കാണുവാൻ സാധിക്കും. ഒടുവിൽ കടൽ തീരത്തെത്തി ഭാര്യ കൊടുത്തയച്ച പൊതിച്ചോറ് മകന് ബലിച്ചോറായി നൽകുമ്പോൾ കഥ അവസാനിക്കുന്നുവെങ്കിലും അലയടിക്കുന്ന സമുദ്രം പോലെ സംഘർഷഭരിതമായ മനസ്സുമായി കടൽ തീരത്ത് നിൽക്കുന്ന വെള്ളായിയപ്പൻ വായനക്കാരുടെ മനസ്സിൽ ഒരു ബിന്ദുവായി എന്നും നിലനിൽക്കുന്നു. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടത്. ഇനി 17ാമത്തത് നന്മ എന്ന് പറയുന്ന ഒരു കവിത തന്നിട്ടുണ്ട്. അതിൻ്റെ ആസ്വാദനം ആണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നന്മ എഴുതിയത് രാവുണ്ണീന്ന് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തണം. ശീർഷകം ഉണ്ടായിരിക്കണം, കവിതയെക്കുറിച്ചുള്ള ആമുഖം, കവിതയുടെ ആശയം അത് ഉൾപ്പെടുത്തണം. എന്താണ് മെയിനായിട്ട് പറയുന്നത്? നന്മ ചെയ്യാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതുപോലെ തന്നെ പരസ്പരാശ്രയത്വമാണ് പ്രകൃതി പാഠങ്ങൾ. പിന്നെ സമകാലിക പ്രശസ്തി, കവിതയുടെ അക്ഷരക്രമം, സൗന്ദര്യം, പിന്നെ സ്വന്തം കാഴ്ചപ്പാട് ഉൾപ്പെടുത്തിയാലും നല്ലതാണ്. അങ്ങനെയാണ് ആസ്വാദനം തയ്യാറാക്കേണ്ടത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.